ആക്ച്വലി ഷാജാൻ ഭായി ജോർജിയ ട്രിപ്പിന് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നും നോക്കാതെ ഓക്കെ എന്ന് പറയുമായിരുന്നു. കാരണം നിങ്ങളുടെയൊക്കെ കൂടെ ഒരു ട്രിപ്പ് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ജോർജിയയിലേക്ക് വരാൻ പറ്റി. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് അധിക ദിവസം ആയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ വിസയൊക്കെ അടിച്ചു, ഇക്കാമയൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ദുബായ് വന്നു. നിങ്ങളുടെ വീട്ടിലെ ഹോസ്പിറ്റാലിറ്റി, അതിനുശേഷം പിന്നെ നമ്മൾ ജോർജിയയിലേക്ക് എത്തി. ജോർജിയയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നേരെ ഫ്ലൈറ്റിൽ കയറാൻ ഇവിടെ ഇറങ്ങുക, വണ്ടി അടക്കം ആളടക്കം ഗൈഡടക്കം എല്ലാം സെറ്റ്, എവിടെ പോകണം എങ്ങോട്ട് പോകണം എല്ലാം കൃത്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളൊരൊറ്റ മൂഡിലാണ് വന്നത്. വേറെ ഒരു ടെൻഷൻസും നമുക്ക് അറിയേണ്ടി വന്നില്ല. നേരെ പോകുന്നു, നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു, അവിടുന്ന് വണ്ടി എടുത്ത് പിറ്റേ ദിവസം രാവിലെ എല്ലാം കറങ്ങി അടിച്ച് കാണുന്നു. അങ്ങനെ ഒരു 3 ദിവസം വിവിധമായ പരിപാടികളും വിവിധ സ്റ്റേകളുമായിട്ട് 3 നൈറ്റ്സ് കടന്നുപോയത് അറിഞ്ഞതേ ഇല്ല. ഇതുപോലുള്ള യാത്രകൾ യഥാർത്ഥത്തിൽ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതിയ അറിവുകൾ നേടുന്നതോടൊപ്പം തന്നെ ഈ സൗഹൃദങ്ങളുടെ ഒരാഴവും അതിൻ്റെ ഒരു ഊഷ്മളതയൊക്കെ തിരിച്ചറിയുന്ന ഒരു യാത്ര കൂടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും യാത്ര ചെയ്യുക. ഈ ലോകം വളരെ വിശാലമാണ്. യാത്രകൾ എത്രത്തോളം യാത്രകൾ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഈ ലോകത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കും, ഓരോ രാജ്യങ്ങളെപ്പറ്റിയും. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ വിദൂര ഭാവിയിൽ തന്നെ അടുത്തൊരു യാത്രയും കൂടെ പോകാൻ ഈ ടീമിനോടൊപ്പം പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഷാജാൻ ഭായിക്കുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരൻ, ഒന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജഹാനൊപ്പമുള്ള യാത്ര ഇതാദ്യമായല്ല. ഓരോ തവണയും എന്നെ അത്ഭുതങ്ങൾ കാട്ടി എൻ്റെ അതിശയിപ്പിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ, സ്നേഹിതൻ എന്നെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് വട്ടാണല്ലേ മനുഷ്യ എന്നാണ്. പക്ഷേ എനിക്കറിയാം ഷാജഹാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ പ്ലാനിങ് ആയിരിക്കും, അതിനൊരു പാളിച്ച ഉണ്ടാകില്ല എന്നെനിക്കറിയാം, ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ 2 യാത്രകൾ അസർബൈജാനിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് പോയതാണ്. അപ്പോൾ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. കേസ് പറഞ്ഞു, ഹുസൈൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഹുസൈൻ വന്നു, പാസ്പോർട്ട് അടിച്ചു, ഹുസൈൻ്റെ വിസ പ്രോസസ്സ് ഇമ്മീഡിയറ്റ്ലി ചെയ്തു. ഞങ്ങളടുത്ത ഫ്ലൈറ്റിൽ തന്നെ അബുദാബിയിലേക്ക് എത്തി. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് എത്തി. അവിടെ നിന്ന് ഷാജഹാനൊപ്പം ഈ മനോഹര തീരത്തേക്ക് ഒരു മനോഹര യാത്ര, അതിമനോഹര യാത്ര, ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കൽ മാത്രം ആസ്വദിക്കാൻ കഴിയും എന്ന് കരുതുന്ന ഒരു യാത്ര. അതുപോലെ ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്ന നമുക്ക് ലഭിച്ച സ്വീകരണം, നമ്മളോടൊപ്പം കൂടിയ ഗൈഡ്, എന്താ പറയുന്നത്, ഈ തട്ടിപ്പൊളിപ്പൻ്റെ കൂടെ കൂടിയ മറ്റൊരു തട്ടിപ്പൊളിപ്പൻ എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു അവൻ. ഈ ആരെയോ കാത്തിരുന്ന പോലെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചാടി. അവനും ഹാപ്പി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ടീമിനെ അവൻ കണ്ടിട്ടില്ല. മിമിക്രിയും പാട്ടുകളും മലയാളം പാട്ട് അവനെ പഠിപ്പിച്ചൊക്കെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് 4 ദിവസം പോയത് എങ്ങോട്ട് പോയെന്നറിയാതെ ഇതാ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ ജോലിയിലേക്ക് പോവുകയാണ്. ജോലിയിലെ എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ചുകൊണ്ട് എൻജോയ് ചെയ്തു. താങ്ക് യു മൈ ഡിയർ ഷാജഹാൻ. നമുക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാം, മറ്റൊരു രാജ്യത്തേക്ക്, മറ്റ് മനോഹരമായ ഓർമ്മകളിലേക്ക്. ഇൻഷാ അല്ലാഹ്.